ഹായ് ഓൾ, ഇറ്റ്സ് ഫ്രൈഡേ നൈറ്റ്. ഇന്ന് നല്ല മഴയാണ്. കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പിറ്റേന്ന് നല്ല വെയിലായിരുന്നു, അത് വേറൊരു സത്യം. പിന്നെ അവധി പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ. വൈകിട്ട് ചിക്കൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ രാത്രിയല്ലേ, ഇനി കറി വെക്കണ്ട, എന്നാൽ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പിന്നെ ഓൾറെഡി നന്നാക്കിയത് ഇരിക്കാനുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചതച്ച് ഒരു മസാല ഉണ്ടാക്കിയിട്ട് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയുടെയും നന്നായിട്ട് ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മറ്റുള്ള മസാലകളോടും ഇട്ടിട്ട് ഒന്ന് പുരട്ടി നന്നായിട്ട് വെക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടു, ഉപ്പ്, പിന്നെ വിനാഗിരി, അത്രയും ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്യാനെടുക്കാം. അപ്പോൾ അതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്തുണ്ടാക്കിയാലും ഈ പാനായിക്കോട്ടെ റെസ്റ്റ് ഇല്ലാത്തത്, കാരണം എനിക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് ദോശയൊക്കെ ഉണ്ടാക്കണ മറ്റേ ഫ്രൈ പാനാണ്, അതിലെന്തായാലും ഫ്രൈ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഫ്രഷായിട്ട് ഒരു 2-3 വേപ്പിലത്തണ്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ അടിയിൽ പിടിക്കൊന്നുമില്ല, എന്നാലും നമുക്ക് വേപ്പില അത് മുരിഞ്ഞ് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഒരു ഭംഗിക്ക് ഇട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് മൊരിയിച്ചിട്ട് ഒന്ന് മറിച്ചൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3 ട്രിപ്പായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നാളെ ഒന്നൊരു തട്ടിക്കൂട്ട് നല്ല ചാറിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതിൽ അത്യാവശ്യം നല്ല വലിയ പീസൊക്കെ നോക്കിയിട്ട് ഫ്രൈ ചെയ്യാനെടുത്ത് ബാക്കി പാർട്സ് പിന്നെ ചെറിയ ചെറിയ കഴുത്ത് അങ്ങനെയുള്ള പീസുകളൊക്കെ മാറ്റി വെച്ചിട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് കറണ്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും ഞങ്ങൾക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറായിരിക്കും. കറണ്ട് പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മെഴുകുതിരി ഊതണേക്ക് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചതാണ്. ചെറുപ്പത്തിലേക്ക് നമ്മൾ കറണ്ട് പോയിട്ട് മെഴുകുതിരി കത്തിച്ച് കഴിയുമ്പം കറണ്ട് വന്നു കഴിഞ്ഞിട്ട് ആദ്യം ഊതി കിടത്താൻ വേണ്ടിയിട്ട് ഓടുമായിരുന്നല്ലോ. അങ്ങനെ അത് ഇങ്ങനെ ഓർക്കും കേട്ടോ, അത് ഓർത്ത് പോയി, ഒരു നൊസ്റ്റു അടിച്ച്. നിങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഇവിടെ ചിലപ്പോഴൊക്കെ അംദാനും അഫാനും അങ്ങനെ ഹാളിലൊക്കെ മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പോൾ, ഇതെന്ന് വെച്ചാൽ അടുക്കളയുടെ ജനലിൻ്റെ മുകളിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഹോളിൽ കത്തിച്ച് വെക്കുമ്പോൾ ഇവന്മാർ കറണ്ട് വരുമ്പോൾ ഓടാറുണ്ട് കേട്ടോ, അങ്ങനെ ഊതാൻ, ഫസ്റ്റ് ആരോ ഊതണേന്ന് നോക്കാനായിട്ട്. അപ്പോൾ അതേ ചോറ് വിളമ്പി എടുത്തിട്ടുണ്ട്. മോരുകറി ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. നല്ല കോംബോ അല്ലേ മോരുകറിയും ചിക്കൻ ഫ്രൈയും? നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ കോംബോ. അപ്പോൾ മോരുകറിയും ചിക്കൻ ഫ്രൈയും അച്ചാറും ഉണ്ട്. ഞാനും കഴിച്ച് അഫക്കും വാരി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡ് എടുത്തിട്ട് വന്നിരിക്കണ്ടേ. ഞങ്ങളുടെ ഫുഡിങ് കുറച്ച് ലേറ്റായി, ഞങ്ങൾ ഇതിലും നേരത്തെ കഴിക്കുന്നതാണ് ഞാനും അഫയും. അപ്പോൾ അഫ കറണ്ട് പോയപ്പോൾ ടോർച്ച് എടുത്ത്, അവൻ്റെ ഒരു ടോയ് ടോർച്ച് ഉണ്ട്, അതെടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ അടിപൊളി കോംബോ ആണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. ചപ്പാത്തി എനിക്ക് ഇഷ്ടമാണെങ്കിലും മോരുകറി ഉള്ളതുകൊണ്ട് ഞാൻ ചോറ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.